ഹലോ എവരിവൺ, എല്ലാവർക്കും കൊമേഴ്സ് PYQസിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ബിസിനസ് സ്റ്റഡീസിൻ്റെ ഫസ്റ്റത്തെ ചാപ്റ്റർ ആയിട്ടുള്ള നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെൻറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ ഇതിൻ്റെ പാർട്ട് 1 ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് കാണാത്തവർ എന്തായാലും പോയി കണ്ടിട്ട് വരാം. അപ്പം നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് നോക്കാനുണ്ട്, അതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടന്നാലോ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ ഞാൻ 2 ക്വസ്റ്റ്യൻസാണ് തന്നിരിക്കുന്നത്, രണ്ടും സെയിം ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ 2 ക്വസ്റ്റ്യൻസ് തന്നിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ എത്ര മാർക്കിനാണ്, എങ്ങനത്തെ രീതിക്കൊക്കെയാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, ഏതൊക്കെ വർഷങ്ങളിലാണ് ചോദിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് 2 ക്വസ്റ്റ്യൻസ് തന്നിട്ടുള്ളത്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ 3 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 3 ഒബ്ജക്റ്റീവ്സ് എഴുതുക, അപ്പോൾ ആൻസർ നമ്മുടെ കറക്റ്റാവും. കുറച്ച് എക്സ്പ്ലനേഷനും കൊടുക്കാം. ഇനി 5 മാർക്കിന് നമ്മൾക്ക് മാർച്ച് 2017 ചോദിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. Volkswagen, a famous car manufacturing company, decided to call back some of its models due to poor pollution standards. By doing so, they upheld one of the objectives of management. Briefly explain the objectives of management in the light of the above action. ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. ഇതും എന്താണ്, മാനേജ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സ് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒബ്ജക്റ്റീവ്സ് എഴുതുക, അതുപോലെ തന്നെ അതിൻ്റെ എക്സ്പ്ലനേഷൻ ചെറിയ രീതിക്ക് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് പോവാം കേട്ടോ. Objectives are the desired results of activities performed by the management. എന്താണ് ഒബ്ജക്റ്റീവ്സ് എന്ന് വെച്ചാൽ ലക്ഷ്യങ്ങളാണ്. ഒരു ബിസിനസ്സിന് നേടിയെടുക്കേണ്ടതായിട്ടുള്ള അവരവരുടെ വർക്കിലൂടെയും എഫേർട്ടിലൂടെയും അവർക്ക് അച്ചീവ് ചെയ്യേണ്ടതായിട്ടുള്ള നേടിയെടുക്കേണ്ടതായിട്ടുള്ള ലക്ഷ്യങ്ങളെയാണ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റീവ്സ് നമുക്ക് മെയിനായിട്ട് 3 തരത്തിലാണ് ഉള്ളത്. ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് ഉണ്ട്, സോഷ്യൽ ഒബ്ജക്റ്റീവ് ഉണ്ട്, പേഴ്സണൽ ഒബ്ജക്റ്റീവ് ഉണ്ട്. അതിൽ ആദ്യത്തെയാണ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്. ദീസ് ഒബ്ജക്റ്റീവ്സ് ആർ സർവൈവൽ, പ്രോഫിറ്റ് ആൻഡ് ഗ്രോത്ത് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സർവൈവൽ ഉണ്ടാവും, അതിജീവനം ഉണ്ടാവും, പ്രോഫിറ്റ് ലാഭം ഉണ്ടാവും, ഗ്രോത്ത് വളർച്ച ഉണ്ടാവും. ഇതൊക്കെയാണ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സിൽ വരുന്നത്. അടുത്ത ഒബ്ജക്റ്റീവാണ് സോഷ്യൽ ഒബ്ജക്റ്റീവ്. ഇൻവോൾവ്സ് ക്രിയേഷൻ ഓഫ് ബെനിഫിറ്റ് ഫോർ സൊസൈറ്റി. ഫോർ എക്സാമ്പിൾ, environment friendly production, giving employment to disadvantaged sections of society, providing amenities like schools and hospitals, etc. ഇതൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റിൽ നിന്ന് എടുത്തിരിക്കുന്ന എക്സാമ്പിൾസ് തന്നെയാണ് കേട്ടോ. അപ്പം സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് എന്താണ്, സമൂഹത്തിന് നേട്ടം ഉണ്ടാകുന്ന രീതിക്ക് എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനെയാണ് സോഷ്യൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് സാമൂഹിക പ്രശ്നങ്ങളിലൊക്കെ ഇടപെടുക, അതുപോലെ തന്നെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നമ്മൾ ലഭ്യമാക്കുക, പിന്നെ തൊഴിലില്ലാത്തവർക്ക്, ജോലിയില്ലാത്തവർക്ക് തൊഴിലവസരം ലഭ്യമാക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഒബ്ജക്റ്റീവാണ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്. Objectives of employees like good salary, promotion, social recognition, healthy working conditions, ഇതൊക്കെയാണ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ലക്ഷ്യങ്ങൾ, അതായത് നമ്മുടെ ജീവനക്കാരുടെ എംപ്ലോയീസിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ലക്ഷ്യങ്ങൾക്ക് അവരുടെ ഒബ്ജക്റ്റീവ്സിന് എന്ത് കൊടുക്കുക, പ്രാധാന്യം നൽകുക. ഫോർ എക്സാമ്പിൾ, മികച്ച ശമ്പളം, അതായത് നല്ല രീതിക്കുള്ള സാലറി, നമ്മുടെ എംപ്ലോയീസിന് നല്ല രീതിക്കുള്ള സാലറി കൊടുക്കുക, അവർക്ക് പ്രമോഷൻ കൊടുക്കുക, അതുപോലെ സോഷ്യൽ റെക്കഗ്നീഷൻ, സാമൂഹിക അംഗീകാരം കൊടുക്കുക. പിന്നെ ഹെൽത്തി വർക്കിംഗ് കണ്ടീഷൻസ്, നല്ല ജോലി ചെയ്യാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക. ഇതിനെയാണ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. പിന്നെയും ഞാനിവിടെ 3 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഈ ക്വസ്റ്റ്യൻസിലെല്ലാം നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ ഇത്രയും പ്രാവശ്യം ഇത് ചോദിച്ച് കണ്ടിട്ടുണ്ട്, ബോർഡ് എക്സാമിന് വരെ ചോദിച്ച ക്വസ്റ്റ്യനാണ് മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. മാനേജ്മെൻറ്റ് പ്ലേസ് എൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ സക്സസ് ഓഫ് എനി ഓർഗനൈസേഷൻ. എക്സ്പ്ലെയിൻ എനി 3 പോയിൻറ്റ്സ് ടു വാലിഡേറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ 3 മാർക്കിനാവണം. അപ്പോൾ 3 ഇമ്പോർട്ടൻസ് എഴുതി കൊടുക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ഡയറക്റ്റായിട്ട് ചോദിച്ചിരിക്കുന്നതാണ്, ഡിസ്ക്രൈബ് ദി ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെൻറ്റ്. 4 മാർക്കിനാണ്, അപ്പോൾ 4 ഇമ്പോർട്ടൻസ് എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ബിസിനസ് ടുഡേ ഈസ് ഡൈനാമിക് ആൻഡ് കോംപ്ലെക്സ് ഇൻ നേച്ചർ.
Management helps people to adapt these changes. In the light of this statement, explain other significance of management. ചില ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ്, എന്തെങ്കിലും വലിയ സെൻറ്റൻസ് തന്നിട്ടായിരിക്കും ക്വസ്റ്റ്യനിലേക്ക് കിടക്കുക. അപ്പം നിങ്ങൾക്ക് ഈ സംഭവം ഒന്നും വായിച്ചിട്ടൊന്നും മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ, ടെൻഷനൊക്കെ അടിച്ച് എക്സാമിൻ്റെ ടൈമിൽ ആകെ കിളി പോയിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ നിങ്ങൾ ഈ സെൻറ്റൻസ് ഒന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ലാസ്റ്റത്തെ ആ ഒരു എന്താണ് ചോദിച്ചിരിക്കുന്നത് അത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത്, ഇവിടെ ആ ഒരു സെൻറ്റൻസിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻസ്, ചില ഇമ്പോർട്ടൻസ് തന്നെയാണ് പറഞ്ഞത്. മാനേജ്മെൻറ്റ് ഡൈനാമിക് ആണ്, കോംപ്ലക്സ് നേച്ചറാണ്, അതുപോലെ തന്നെ ചേഞ്ചസിനോട് പെട്ടെന്ന് അഡാപ്റ്റ് ആവാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ക്വസ്റ്റ്യൻസിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻസ് എന്താണെന്ന് പഠിക്കാം. ഫസ്റ്റത്തെ പോയിന്റ് നോക്കാം. മാനേജ്മെൻറ്റ് ഹെൽപ്സ് ഇൻ അച്ചീവിങ് ഗ്രൂപ്പ് ഗോൾസ്. The efforts of all individuals must be organized and directed towards the common goals of the organization. ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഗോള് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ഇൻഡിവിജ്വൽസിൻ്റെയും എല്ലാ എംപ്ലോയീസിൻ്റെയും എഫേർട്സ് നമ്മൾ ഓർഗനൈസ് ചെയ്യുകയും ഡയറക്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് നമുക്ക് ഈ ഓർഗനൈസും ഡയറക്റ്റൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നത്? മാനേജ്മെൻറ്റ് ഹെൽപ്പോടെയാണ്. എല്ലാവരും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്ത് അവരുടെ കഷ്ടപ്പാടുകൾ, അവരുടെ എഫേർട്സൊക്കെ നമ്മൾ ഓർഗനൈസ് ചെയ്ത് ഡയറക്റ്റ് ചെയ്ത് ഒരു കോമൺ ആയിട്ടുള്ളൊരു ഗോള് അച്ചീവ് ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ടാണ് മാനേജ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യുന്നത്. സെക്കൻഡ് പോയിന്റ് നോക്കാം. മാനേജ്മെൻറ്റ് ഇൻക്രീസസ് എഫിഷ്യൻസി. ആൻഡ് ഇൻക്രീസ് ഇൻ എഫിഷ്യൻസി ഇംപ്ലൈസ് മിനിമൈസിങ് ദ കോസ്റ്റ് ആൻഡ് ഇൻക്രീസിങ് ദ പ്രൊഡക്ടിവിറ്റി ത്രൂ ദ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. അതായത് ഒരു ബിസിനസ്സിൽ മാനേജ്മെൻറ്റ്, നല്ല രീതിക്കുള്ള മാനേജ്മെൻറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഒന്നും വേസ്റ്റ് ആവില്ല. അതായത് നമ്മുടെ പൈസ വേസ്റ്റ് ആവില്ല, സമയം വേസ്റ്റ് ആവില്ല, അതുപോലെ നമ്മുടെ റോ മെറ്റീരിയൽസ് വേസ്റ്റ് ആവുന്നില്ല. ചുരുക്കം പറഞ്ഞാൽ ഒന്നും വേസ്റ്റ് ആവുന്നില്ല. അങ്ങനെ നമ്മുടെ ബിസിനസ്സിന് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാനും കുറേ കോസ്റ്റൊക്കെ സേവ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. മാനേജ്മെൻറ്റ് ഹെൽപ്സ് ഇൻ അച്ചീവിങ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ്. ത്രൂ മോട്ടിവേഷൻ ആൻഡ് ലീഡർഷിപ്പ് മാനേജ്മെൻറ്റ് ഹെൽപ്സ് ഇൻ അച്ചീവിങ് ദ പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു അല്ലേ, എന്താണ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് വെച്ചാൽ നമ്മുടെ എംപ്ലോയീസിന് ഉയർന്ന ശമ്പളം നൽകുക, അതുപോലെ തന്നെ പ്രൊമോഷൻ നൽകുക, ഇതിനൊക്കെയാണ് പേഴ്സണൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ മോട്ടിവേഷനിലൂടെയും, അതായത് പ്രചോദനത്തിലൂടെയും അതുപോലെ തന്നെ ലീഡർഷിപ്പിലൂടെയും നേതൃത്വത്തിലൂടെയും മാനേജ്മെൻറ്റ് എന്തിനു വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? നമ്മുടെ പേഴ്സണൽ ഒബ്ജക്റ്റീവ്, നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അടുത്ത ഒരു പോയിൻ്റാണ് മാനേജ്മെൻറ്റ് ഹെൽപ്സ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് സൊസൈറ്റി. It provides good quality products and services, creates employment, generates new technology. In that sense, it helps in the development of the society. അതായത് സാമൂഹിക വികസനത്തിന് സഹായിക്കുന്നുണ്ട്. മാനേജ്മെൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? സാമൂഹിക വികസനത്തിന് സഹായിക്കുന്നുണ്ട്. സൊസൈറ്റിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് എങ്ങനെയൊക്കെയാണ് സഹായിക്കുന്നത്? ഗുണമേന്മയുള്ള വസ്തുക്കൾ വില കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ, റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ നൽകുകയും അതുപോലെ തന്നെ സത്യസന്ധമായ വിൽപ്പന രീതികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടാണ് നമ്മുടെ മാനേജ്മെൻറ്റ് സൊസൈറ്റിക്ക് ഡെവലപ്മെൻറ്റ് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ സാമൂഹിക വികസനത്തിന് മാനേജ്മെൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? സഹായിക്കുന്നുണ്ട്. അതായത് നമ്മുടെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഡക്ട്സ് നമുക്ക് റീസണബിൾ ആയിട്ടുള്ള റേറ്റിന് നൽകുക, അതുപോലെ തന്നെ പുതിയ പുതിയ ടെക്നോളജീസ് കണ്ടുപിടിക്കുക, പിന്നെന്താണ് തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ നൽകുക. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയാണ് മാനേജ്മെൻറ്റ് എന്ത് ചെയ്യുന്നത്? സൊസൈറ്റീനെ ഡെവലപ്പ് ചെയ്യുന്നത്. വീഡിയോ ജസ്റ്റ് പോസ് ആക്കിയിട്ട് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് വായിച്ചു നോക്കുള്ളൂ. കാരണം ഞാൻ ഈ ക്വസ്റ്റ്യൻസ് വായിക്കാൻ പോകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം ഒരേ ടൈപ്പ് ക്വസ്റ്റ്യൻസാണ്. ഒരേ ടൈപ്പ് എന്നല്ല, ഒരേ ക്വസ്റ്റ്യൻസാണിത്. ഇത്രയും പ്രാവശ്യം ഈ ക്വസ്റ്റ്യൻസ് പിന്നെ ആഡ് ചെയ്തിരിക്കുന്നത് ഈ ക്വസ്റ്റ്യൻസിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് മാനേജ്മെൻറ്റ് ആസ് എൻ ആർട്ട്, മാനേജ്മെൻറ്റ് ആസ് എ സയൻസ്, മാനേജ്മെൻറ്റ് ആസ് എ പ്രൊഫഷൻ. ഈ ക്വസ്റ്റ്യൻ ചോദിക്കാത്ത വർഷമില്ല. നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലും ഈ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിരിക്കും. അപ്പോൾ എൻ്റെ ആൻസർ എങ്ങനെയാണ് എഴുതേണ്ടത്, എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് മാനേജ്മെൻറ്റ് ആസ് എൻ ആർട്ട് എന്താണെന്ന് പഠിക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് 3 പോയിൻറ്റ്സാണ് പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം എന്ന് ഞാൻ പറയാം. അപ്പോൾ ഇതിൽ 3 പോയിൻറ്റ്സ് ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഫസ്റ്റത്തെ പോയിൻ്റാണ് എക്സിസ്റ്റൻസ് ഓഫ് തിയറിറ്റിക്കൽ നോളജ്. അപ്പോൾ ഈ പോയിൻ്റ് എഴുതുക, അതിൻ്റെ എക്സ്പ്ലനേഷൻ എഴുതാം. അതിനുശേഷം എന്ത് ചെയ്യുക? മാനേജ്മെൻറ്റിൽ എങ്ങനെയാണ്, മാനേജ്മെൻറ്റിൽ ഈ പോയിൻ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ എഴുതാം. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. ഫസ്റ്റത്തെ പോയിൻ്റ് എന്താണ്? എക്സിസ്റ്റൻസ് ഓഫ് തിയറിറ്റിക്കൽ നോളജ്. Art is based on the existence of some theoretical knowledge. Experts in the respective areas have derived certain basic principles which are applied to a particular form of art.
എന്ന് പറയുന്നത് ആർട്ട് എന്ന് പറയുന്നത്, കല എന്ന് പറയുന്നത് എപ്പോഴും പ്രാക്ടിക്കൽ അല്ല. അതായത് നമ്മൾ ഇപ്പോൾ ഡാൻസ് ആണെങ്കിലും വെറുതെ ഡാൻസ് കളിച്ച് പ്രാക്ടീസ് ചെയ്യൽ മാത്രമല്ല, അവിടെ തിയറിറ്റിക്കൽ നോളജും കൂടി ഉണ്ട്. അതായത് തിയറി എന്ന് പറയുന്നത് എന്താ, ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന പോലെയുള്ള തിയറിറ്റിക്കൽ സംഭവം നമ്മുടെ ഈ ആർട്ട് കലകളിലും ഉണ്ട്. അതാണ് സത്യം എന്ന് പറയുന്നത്. ഡാൻസിലാണെങ്കിലും ഓരോരോ മുദ്രകൾ പഠിക്കണം. ഇപ്പം മ്യൂസിക്, നമ്മുടെ പാട്ട് പഠിക്കണമെങ്കിൽ, ഇപ്പം നിങ്ങൾ പാട്ട് പഠിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോരോ റിതംസ്, ഓരോരോ പിക്ചേഴ്സ്, അതുപോലെ തന്നെ 7 നോട്ട്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. ഇപ്പോൾ ഡാൻസ് ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും ആക്ടിങ് ആണെങ്കിലും അവിടെയൊക്കെ എന്തുണ്ട്, തിയറിറ്റിക്കൽ നോളജ് ഉണ്ട്. അപ്പോൾ ആർട്ടിൽ തിയറിറ്റിക്കൽ നോളജ് ഉണ്ട്. ഇനി മാനേജ്മെൻറ്റിൽ തിയറിറ്റിക്കൽ നോളജ് ഉണ്ടോ, നമുക്ക് നോക്കാം അല്ലേ. Managers practice the art of management in their day-to-day activities of managing an enterprise through study, observation and experience. So there is existence of theoretical knowledge. മാനേജ്മെൻറ്റിലും എന്തുണ്ട്, തിയറിറ്റിക്കൽ നോളജിൻ്റെ എക്സിസ്റ്റൻസ് ഉണ്ട്, തിയറിറ്റിക്കൽ നോളജ് ഉണ്ട് എന്നാണ് പറയുന്നത്. മാനേജേഴ്സ് ഒരു ദിവസം ആരെങ്കിലും കയറ്റി നമുക്ക് മാനേജർ ആക്കാൻ പറ്റുമോ, ഇല്ല. അപ്പോൾ അയാൾ കുറച്ച് പഠിക്കണം, അതുപോലെ തന്നെ ഒബ്സർവേഷൻ നല്ല നിരീക്ഷിക്കണം, അതുപോലെ തന്നെ എക്സ്പീരിയൻസ് വേണം. ഇങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ മാനേജേഴ്സ് ആക്കുക അല്ലേ. അപ്പം മാനേജ്മെൻറ്റിലും എന്തുണ്ട്, തിയറിറ്റിക്കൽ നോളജ് ഉണ്ട് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഫസ്റ്റത്തെ പോയിന്റ് ഇവിടെ എന്താവുന്നുണ്ട്, സാറ്റിസ്ഫൈ ആവുന്നുണ്ട്. സെക്കൻഡ് പോയിന്റ് നോക്കാം, പേഴ്സണൽ ആപ്ലിക്കേഷൻ. Application of these basic principles varies from individual to individual. Hence, we can say that art is highly personalized. നമ്മൾ പറഞ്ഞു ആർട്ട് എന്ന് പറയുന്നതിൽ തിയറി ഉണ്ട്, ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഈ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ്, ഈ തിയറി കാര്യങ്ങളൊക്കെ ഈ ആൾക്കാർ അപ്ലൈ ചെയ്യുമ്പോഴും അവരുടെ പേഴ്സണലായിട്ടുള്ള ഓരോരോ മാനറിസംസ് അതിൽ വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ രണ്ട് ആൾക്കാർ ഡാൻസ് കളിക്കുകയാണെങ്കിൽ രണ്ടുപേരും പല പല രീതിക്കായിരിക്കും ഡാൻസ് കളിക്കുക. ചില ആൾക്കാർ ഡാൻസ് കളിക്കുമ്പോൾ ഭയങ്കര ഭംഗിയാണ് അല്ലേ. അതെന്ന് വെച്ചാൽ അവരുടെ പേഴ്സണൽ ആപ്ലിക്കേഷൻ അവർ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഓർത്ത് നോക്കുക, മമ്മൂട്ടിയും മോഹൻലാലും രണ്ടുപേരും ഭയങ്കര അടിപൊളിയാണ്, രണ്ടുപേരും ഭയങ്കര ഡിഫറൻറ്റുമാണ്. കാരണം എന്താ, രണ്ടുപേർക്കും പല പല കഴിവുകളുണ്ട്, രണ്ടുപേരും പല രീതിക്കാണ് അവരുടെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള മാനറിലാണ് അവരുടെ ആർട്ട് ഉപയോഗിക്കുന്നത്, അവരുടെ കല അങ്ങനെയാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതാണ് ആർട്ട് അല്ലെങ്കിൽ കലയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. എത്രത്തോളം ബേസിക് പ്രിൻസിപ്പിൾസും തിയറിറ്റിക്കൽ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവിടെ എന്ത് വേണം, പേഴ്സണൽ ആപ്ലിക്കേഷൻ കൂടെ വേണം. ഇനി മാനേജ്മെൻറ്റിലായിക്കോട്ടെ പേഴ്സണൽ ആപ്ലിക്കേഷൻ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. Managers apply the theoretical knowledge in a personalized manner in the light of realities of a given situation. ഈ മാനേജേഴ്സിന് എപ്പോഴും ഈ ബുക്കിൽ പറഞ്ഞ പോലെ തന്നെ പെരുമാറാനേ പറ്റുള്ളൂ, ഇല്ല അല്ലേ. ഇപ്പോൾ ഒരു മാനേജർ എപ്പോഴാണ് ഏറ്റവും നല്ലൊരു മാനേജർ ആവുന്നത്, ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള ആളാവുന്നത് എപ്പോഴാണ്, അയാളുടെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള മാനറിൽ അയാൾ അത്രത്തോളം കഴിവ് കാണിക്കുമ്പോഴാണ്. അപ്പോൾ മാനേജ്മെൻറ്റിലും എന്തുണ്ട്, പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള മാനർ ഉണ്ട്. അത് നമ്മുടെ സെക്കൻഡ് പോയിന്റ് മാനേജ്മെൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് തേർഡ് പോയിന്റ് നോക്കാം. ബേസ്ഡ് ഓൺ പ്രാക്ടീസ് ആൻഡ് ക്രിയേറ്റിവിറ്റി, ഓൾ ആർട്ട് ഇസ് പ്രാക്ടിക്കൽ ആൻഡ് ഇൻവോൾവ്സ് എ ക്രിയേറ്റീവ് പ്രാക്ടീസ് ഓഫ് എക്സിസ്റ്റിംഗ് തിയറിറ്റിക്കൽ നോളജ്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, എല്ലാ ആർട്ടിലും എന്തുണ്ട്, പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളുണ്ട് അല്ലേ. ഇപ്പം നിങ്ങൾ ഡാൻസ് ചെയ്യുമ്പോഴാണെങ്കിലും പാട്ട് പാടുമ്പോൾ ആണെങ്കിലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. പക്ഷെ നമ്മൾ എത്ര പ്രാക്ടീസ് ചെയ്താലും അതിൽ നമ്മുടേതായിട്ടുള്ളൊരു ക്രിയേറ്റിവിറ്റി വേണ്ടേ, നമ്മുടെ സ്വന്തമായിട്ടുള്ളൊരു ഒരു സ്പെഷ്യലായിട്ടുള്ള സംഭവം അതിലിട്ടാലല്ലേ അതൊരു യുണീക്ക് ആവുള്ളൂ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾ തന്നെ ഞാൻ പറയാം. നമ്മൾ പാട്ട് പഠിക്കുമ്പോൾ എല്ലാവർക്കും ബേസിക് ആയിട്ടുള്ള 7 നോട്ട്സ് ഉണ്ട് അല്ലേ, സ രി ഗ മ പ ധ നി സ. ഇതല്ലേ ബേസിക് 7 നോട്ട്സ്. എല്ലാ പാട്ട് പാടുന്നവരും ഈ 7 നോട്ട്സ് ഉപയോഗിച്ചിട്ടാണ് പാട്ട് പാടുന്നത്. പക്ഷേ ഇപ്പം രണ്ടുപേരും, ഇപ്പോൾ കെ എസ് ചിത്ര ആയിക്കോട്ടെ, അതുപോലെ തന്നെ സിത്താര, ഇവർ രണ്ടുപേരും പാടുന്നതിൽ ഒരു പ്രത്യേക ഭംഗിയുണ്ട് അല്ലേ. രണ്ടുപേരും വേറെ വേറെ രീതിക്കല്ലേ പാടുന്നത്. അപ്പോൾ എന്തൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്തു, എന്തൊക്കെ തിയറീസ് നമ്മൾ ഫോളോ ചെയ്തു എന്ന് പറഞ്ഞാലും നമുക്കവിടെ എന്ത് വേണം, ക്രിയേറ്റീവായിട്ടുള്ള നമ്മുടെ യുണീക്കായിട്ടുള്ള രീതിക്ക് നമ്മൾ ചെയ്യണം. ഇനി മാനേജ്മെൻറ്റിൽ എങ്ങനെയാണ് നമുക്ക് വായിച്ചു നോക്കാം. മാനേജ്മെൻറ്റ് തിയറീസ് പ്രൊപ്പൗണ്ടഡ് ബൈ മാനേജ്മെൻറ്റ് തിങ്കേഴ്സ് ആർ പുട്ട് ഇൻ ടു എഫക്റ്റ് ത്രൂ എ കോമ്പിനേഷൻ ഓഫ് പ്രാക്ടീസ്, ക്രിയേറ്റിവിറ്റി, ഇമാജിനേഷൻ, ഇനീഷ്യേറ്റീവ്, ഇന്നവേഷൻ.
ഒരു മാനേജർ അയാളുടെ ഓർഗനൈസേഷനിൽ എന്തെങ്കിലും കാര്യങ്ങൾ പെർഫോം ചെയ്യുമ്പം അയാളുടെ ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി, അയാളുടെ പ്രാക്ടീസ്, അതുപോലെ ഇനീഷ്യേറ്റീവ്, ഇന്നവേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ അതിൽ ഉൾക്കൊള്ളാനായിട്ട് അയാൾ ശ്രമിക്കണം. ഫോർ എക്സാമ്പിൾ, അയാൾക്കിപ്പം എന്താ പറയുക, നമ്മുടെ മാനേജറിന് നമ്മുടെ വർക്കേഴ്സിനെ എന്താക്കണം, മോട്ടിവേറ്റ് ആക്കണം എന്ന് വിചാരിക്കാം. അപ്പം മോട്ടിവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അയാൾ എന്തൊക്കെയാണ് അവിടെ ചെയ്യേണ്ടത്? അയാൾക്കൊന്നെങ്കിൽ എന്താ പറയുക, ഒരു റിവാർഡ്സ് കൊടുക്കാം. അതായത് ഇപ്പം സാലറിയിൽ എന്തെങ്കിലും ബോണസ് കൊടുക്കാം. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും, ഇപ്പം നല്ലപോലെ പെർഫോം ചെയ്യുന്ന ഒരു വർക്കറാണെങ്കിൽ അയാൾക്ക് സമ്മാനം കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് കുറേ യുണീക്കായിട്ടുള്ള കാര്യങ്ങൾ അയാൾക്ക് ചെയ്യാം അല്ലേ? അപ്പോൾ ഇതാണ് മാനേജ്മെൻറ്റ് കാര്യത്തിലും എന്തുണ്ട്, പ്രാക്ടീസും ക്രിയേറ്റിവിറ്റിയും ഉണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്കിപ്പോൾ മനസ്സിലായി മാനേജ്മെൻറ്റ് എന്താണ്. മാനേജ്മെൻറ്റ് ഈസ് ആൻ ആർട്ട്. ഈ 3 പോയിൻറ്റും മാനേജ്മെൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഫസ്റ്റത്തെ പോയിൻറ്റ് എക്സിസ്റ്റൻസ് ഓഫ് തിയറിറ്റിക്കൽ നോളജ് ഉണ്ട്, പേഴ്സണൽ ആപ്ലിക്കേഷൻ ഉണ്ട്, ബേസ്ഡ് ഓൺ പ്രാക്ടീസ് ആൻഡ് ക്രിയേറ്റിവിറ്റി ആണ്. അപ്പോൾ ഈ 3 പോയിൻറ്റും മാനേജ്മെൻറ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് ഈസ് ആൻ ആർട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ മാനേജ്മെൻറ്റ് ആസ് എ സയൻസ്, മാനേജ്മെൻറ്റ് ആസ് എ പ്രൊഫഷൻ, അതുപോലെ തന്നെ വേറെ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോന് വേണ്ടിയിട്ട് കാത്തിരിക്കുക. പാർട്ട് 3 ഇറക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.